ഈ വർഷത്തെ 10ാം ക്ലാസ്സിന്റെ IT പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൈറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഇങ്ക്സ്കേപ്പിലെ 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിലെ 1ാമത്തെ ചോദ്യമാണിത്. ഇത് നമുക്ക് ചെയ്തു നോക്കാം. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിന്റെ ചിത്രം ഫോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ mask.png എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. ഇതാണ് ചോദ്യം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്ന് നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇങ്ക്സ്കേപ്പ് തുറക്കുവാൻ വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പിന്റെ ക്യാൻവാസ് ആണിത്. ആദ്യം നമുക്കിതിൽ ഒരു ചതുരം വരച്ചു നോക്കാം. കാരണം ഇവിടെ കാണുന്നത് പോലെ ചതുരത്തിലുള്ള ഒരു ബോർഡറാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത്. അത് വരയ്ക്കുന്നതിനായി ഇടതുഭാഗത്ത് ഇവിടെ കാണുന്ന ടൂളുകളുടെ നിരയിൽ നിന്ന് ചതുരം വരയ്ക്കുന്നതിനുള്ള ക്രിയേറ്റ് റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചതുരം വരയ്ക്കുന്നു. ഇനി ചതുരത്തിന് ചോദ്യത്തിൽ കണ്ടതുപോലുള്ള നിറം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ കളർ പാലറ്റിൽ അനുയോജ്യമായ നിറമുണ്ടെങ്കിൽ ഇവിടെ നിന്നും അത് നൽകാവുന്നതാണ്. എന്നാൽ അനുയോജ്യമായ നിറം ഇവിടെ ഇല്ലെങ്കിൽ മെനു ബാറിൽ ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ദൃശ്യമാക്കേണ്ടതുണ്ട്. ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ദൃശ്യമാക്കുന്നു. ഇനി ആവശ്യമായ നിറം തിരഞ്ഞെടുക്കാവുന്നതാണ്. RGB മോഡ്, HSL, CMYK, വീൽ, CMS എന്നിങ്ങനെയുള്ള വിവിധ ടാബുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിറം നൽകാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ RGB മോഡാണ്. ഞാൻ ഇവിടെ വീൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അനുയോജ്യമായ നിറം ഇവിടെ നിന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നിറം തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി ഇതിന് കടും നീല നിറത്തിലുള്ള ഒരു ബോർഡർ കാണുന്നുണ്ട്. ആ ബോർഡർ വരച്ച് ചേർക്കേണ്ടതുണ്ട്. ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ഫിൽ, സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈൽ എന്നിങ്ങനെയുള്ള ടാബുകൾ ശ്രദ്ധിക്കുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വര എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ വര ചേർക്കണമെങ്കിൽ സ്ട്രോക്ക് പെയിന്റ് എന്നുള്ള ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സ്ട്രോക്ക് പെയിന്റ് എന്നത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഫ്ലാറ്റ് കളർ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. വരയ്ക്കൊരു നിറം കിട്ടുവാൻ വേണ്ടിയാണിത്. എന്നാൽ ഇപ്പോൾ വരയ്ക്ക് കട്ടി കുറവായതുകൊണ്ട് വ്യക്തമായി കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്ട്രോക്ക് സ്റ്റൈൽ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്ത് വരയ്ക്ക് വേണ്ട വീതി അഥവാ വിഡ്ത്ത് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ വിഡ്ത്ത് എന്ന ഭാഗത്ത് അതിനനുസരിച്ചുള്ള അളവ് നൽകുന്നു. പിന്നീട് ഇതിന് കടും നീല നിറം കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിന് സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ നിറം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിറം തിരഞ്ഞെടുത്തു. ഇവിടെ കാണുന്ന മാസ്കിന്റെ ചിത്രത്തെ ഇനി ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്നതിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. ചിത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഇമ്പോർട്ട് എന്ന ഓപ്ഷനാണ് ഇങ്ക്സ്കേപ്പിൽ ഉപയോഗിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിലാണ് ചിത്രങ്ങളുള്ളത്. ഇപ്പോൾ ഇവിടെ ഹോം എന്ന ഫോൾഡർ കാണുന്നുണ്ട്. എന്നാൽ പരീക്ഷാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനു പകരം SSLC IT എക്സാമിനേഷൻ 2021 എന്നായിരിക്കും ചിലപ്പോൾ കാണുക. ഇവിടെ ഇപ്പോൾ ഹോം എന്ന് തന്നെയാണ് പേര് കാണുന്നത്. അതുകൊണ്ട് ഹോം എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇതിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലാണ് നമുക്ക് ആവശ്യമുള്ള ചിത്രമുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. mask.png എന്ന ചിത്രം ഇവിടെയുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ തുറക്കാവുന്നതാണ്. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. mask.png എന്ന ചിത്രം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് വേണ്ട രീതിയിൽ ക്രമീകരിച്ചു വെക്കാവുന്നതാണ്. ഇനി ഇതിന് താഴെയായി പ്ലീസ് വിയർ എ മാസ്ക് എന്നുകൂടി ടൈപ്പ് ചെയ്യുവാനുണ്ട്. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെസ്റ്റ് ഓബ്ജക്ട്സ് എന്ന ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വേണ്ട അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ഇതിനെ ബോൾഡ് ആക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നോർമൽ എന്നാണ് കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ബോൾഡ് ആക്കുന്നു. അതല്ലെങ്കിൽ ബോൾഡ് ആക്കുവാൻ ഇവിടെയും ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് ആൻഡ് ഫോണ്ട്സ് എന്നത് സെലക്ട് ചെയ്തും നമുക്ക് അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്.
ഇനി ഇവിടെ കാണുന്ന ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരുത്തി അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടുവാൻ സെലക്ഷൻ ടൂളും ഉപയോഗിക്കാവുന്നതാണ്. സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ആവശ്യമനുസരിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. അതിനെ വേണ്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അനുയോജ്യമായ രീതിയിൽ വലിപ്പം ക്രമീകരിക്കുന്നു. ഇനി ഇതിൻ്റെ നിറത്തിന് കൂടി മാറ്റം വരുത്തേണ്ടതുണ്ട്. കടുത്ത നീല നിറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഇവിടെ കളർ പാലറ്റിൽ നിന്നും കടുത്ത നീല നിറം അതിന് തിരഞ്ഞെടുക്കുന്നു. ഇതിനെ ഇനി സേവ് ചെയ്യണം. ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ SVG ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതായത് ഇങ്ക്സ്കേപ്പിന്റെ തനത് ഫോമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫയൽ സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. drawing.svg എന്നതാണ് ഇപ്പോൾ ഇതിന്റെ പേര്. നമുക്കതിന് രജിസ്റ്റർ നമ്പർ _sticker എന്ന പേരിലാണ് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ആദ്യം രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം _sticker എന്നതുകൂടി ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് images10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യപ്പെടാൻ പോകുന്നത്. എക്സാം10ൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമിലെ എക്സാം10 ആണ്, അതുകൊണ്ട് ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം10 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സാം10 എന്ന ഫോൾഡർ ഇതുപോലെ ഓപ്പൺ ആക്കുക. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാം10ൽ തന്നെയായിരിക്കും സേവ് ചെയ്യപ്പെടുക. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുവാനാണ് പറയുന്നതെങ്കിൽ ഇവയെല്ലാം കൂടി ചേർത്ത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ക്യാൻവാസിലേക്ക് കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ അത് ചെയ്യേണ്ടതില്ല. സേവ് ചെയ്ത ഫയൽ ഒന്ന് പരിശോധിക്കാം. ഹോം ഫോൾഡർ തുറക്കുന്നു. അതിലെ എക്സാം10 എന്ന ഫോൾഡർ തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. ബാക്കി ചോദ്യങ്ങൾ കൂടി ഉടൻ തന്നെ തയ്യാറാക്കുന്നതാണ്.